ഹായ് ഹലോ ഐ ആം ലക്ഷ്മി ഹിയർ. തെറ്റിപ്പൂക്കളാണ് ഇത് നമ്മുടെ വിഷയം കേട്ടോ. നല്ല ചുവപ്പ് കളറിലുള്ള തെറ്റിപ്പൂക്കൾ. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. പക്ഷേ ആ ഔഷധ ഗുണങ്ങളൊക്കെ അറിയാൻ ഞാൻ ഒത്തിരി വൈകിപ്പോയി കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് നാട്ടിൽ പോയിരുന്നു. അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഫേസൊക്കെ അങ്ങ് വല്ലാണ്ട് ഒരു കരിവാളിപ്പ് പോലെയായി. അങ്ങനെ ഞാൻ കുറേ പാക്കൊക്കെ വാരി ഇങ്ങനെ ഫേസിനകത്ത് ഇട്ടിരിക്കുമ്പോൾ എൻ്റെ വീടിനടുത്തുള്ള അമ്മുമ്മ അന്ന് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മുമ്മ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, മക്കളെ നീ ഇത് എന്തൊക്കെയായി വാരി ഇട്ടേക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മുമ്മ എൻ്റെ ഫേസൊക്കെ കണ്ടോ വല്ലാണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അമ്മുമ്മ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അതിന് കുറച്ച് തെറ്റിപ്പൂ പറിച്ച് നിനക്ക് അരച്ച് ഫേസിൽ ഇട്ടുകൂടെയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായി. കാരണം കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് തെറ്റിപ്പൂക്കൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊക്കെ അതിൻ്റെ അടുത്തൂടെ ഇങ്ങനെ ചുമ്മാ നുള്ളി കളയുവാണ് ചെയ്യുന്നത്. എന്നാലും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അന്നും ഇന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ അമ്മൂമ്മ പറഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകമായി. ഞാൻ പെട്ടെന്ന് ഗൂഗിളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നോക്കിയപ്പോൾ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. കാരണം തെറ്റിപ്പൂവിന് ഇത്രയും മാത്രം ഔഷധ ഗുണം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് നോക്കിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ത്വക്ക് രോഗങ്ങൾക്കും മുഖക്കുരുവിനും ചൊറിച്ചിൽ അങ്ങനെയുള്ള എന്തിനും ഏറ്റവും ബെസ്റ്റാണ് തെറ്റിപ്പൂവ്. അതിൻ്റെ ഇലയും കായും വേരുമൊക്കെ അത്രയും ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ ഞാനിത് കേട്ട പാട് തന്നെ അമ്മമ്മയുടെ അടുത്ത് പറഞ്ഞെങ്കിൽ എനിക്ക് കുറച്ച് പൂ കൊണ്ട് തരുമോ എന്ന് ചോദിച്ചു. അമ്മമ്മ ഞാൻ ഒരു കുറച്ച് പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ എൻ്റെ മുമ്പ് കൊണ്ടുവന്നു. അതെല്ലാം എൻ്റെ അമ്മ വെയിലത്തിരുന്ന് ഒരുപാട് ഉണക്കി ഒരുപാട് ബുദ്ധിമുട്ടി. അമ്മുമ്മയും ഒരുപാട് ബുദ്ധിമുട്ടി എനിക്ക് ആ പൂക്കൾ ശേഖരിച്ച് തരാനായിട്ട്. അപ്പോൾ അമ്മൂമ്മ ഒരുപാട് നന്ദി കേട്ടോ. എൻ്റെ അമ്മൂമ്മയ്ക്ക് എല്ലാ ദീർഘായുസ്സോടു കൂടിയും ഐശ്വര്യത്തോടു കൂടി ഇരിക്കാൻ ദൈവം ഭാഗ്യം തരട്ടെ. അപ്പോൾ അമ്മയ്ക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഈ പൂക്കളെല്ലാം ഇവിടെ പകുതി ഉണക്കിൽ ഇങ്ങ് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കുറച്ചുകൂടെ നല്ലതായിട്ട് ഉണക്കി പൊടിപ്പിച്ചു. നല്ല ഭംഗിയായിട്ട് കണ്ടോ, ഇതുപോലെ കുപ്പിയിൽ ഗ്ലാസ് ജാറിനകത്താക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂട് വെള്ളത്തിലൊക്കെ ഇത് ഇട്ട് കുടിക്കണം. നമ്മുടെ വയറിനകത്തുള്ള രോഗങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റാന്ന് പറയുന്നു. സോറിയാസിസിനൊക്കെ ഏറ്റവും ബെസ്റ്റാണിത്. അതുപോലെ ഡാൻഡ്രഫ് എല്ലാത്തിനും, പ്രത്യേകിച്ച് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടാവും. പ്രകൃതിയിലുള്ള എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മളത് അറിയാതെ പോകുന്നതിലാണ്. അറിയാൻ ചിലപ്പോൾ വൈകിയാലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. കാരണം എനിക്ക് സലൂൺ ഉള്ളത് കാരണം ഞാൻ സലൂണിൽ സാധാരണ ഓർഗാനിക് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ റോസാപ്പൂക്കൾ പൊടിപ്പിച്ച് ഞാനിങ്ങനെ സൂക്ഷിക്കാറുണ്ട് പാക്കായിട്ട്. അതുപോലെ ഇപ്പോൾ തെറ്റിപ്പൂക്കൾ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ പൊടിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സലൂണിലും യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ഒരു പാക്ക് ഉണ്ടാക്കി എൻ്റെ ഫേസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ തലമുടിയിലൊക്കെ തേക്കുന്നുണ്ട്, തലയോട്ടിയിലൊക്കെ തേക്കുന്നുണ്ട്. അപ്പോൾ താരനൊക്കെ ഏറ്റവും ബെസ്റ്റാണെന്നാണ് പറയുന്നത്. പറയുന്നതല്ല, തന്നെയാണ്. നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ തെറ്റിപ്പൂവിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് സത്യത്തിൽ ഞാൻ അറിയാതെ പോയി എന്നുള്ളതാണ്. അന്ന് ഒരുപാട് കാലം നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അതൊന്നും യൂസ് ചെയ്തില്ല. ഇപ്പോൾ ഇത് കുറച്ച് പൂക്കൾക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു. അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. കണ്ണിന് തന്നെ ഭയങ്കര കൗതുകമുള്ള ഒരു സംഭവമാണത്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, എല്ലാവരും തെറ്റിപ്പൂ പറിച്ച് സൂക്ഷിച്ചോളൂ. താങ്ക് യു.